ഹായ് നമസ്കാരം. റൈറ്റേഴ്സ് ഐഎസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA സോഷ്യൽ സയൻസിൻ്റെ എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിത് മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ രണ്ട് പാർട്ടുകൾ, പാർട്ട് 1 പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം. ഓക്കെ, ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കോസ്റ്റ് ഫംഗ്ഷനിൽ സ്ഥിരമായ ചെലവിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. സ്ഥിരമായ ചെലവ്, നമ്മൾ കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചെലവുമായിട്ടുള്ള ബന്ധമാണ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ പറയുന്ന കോസ്റ്റ് ഫംഗ്ഷൻ, ഈ കോസ്റ്റ് ഫംഗ്ഷനകത്ത് സ്ഥിരമായ ചിലവ്, ഓക്കെ, അതായത് നമ്മളതിനെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. സ്ഥിരമായ ചിലവിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ കച്ചവടത്തിനുള്ള വാറ്റ്. ഇവിടെ വാറ്റ് വാല്യൂ ആഡ് ടാക്സ് ആണ് കേട്ടോ, ടാക്സ് ആണ്. ഓക്കെ. ഓപ്ഷൻ ബി കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഇന്ധന ചെലവ്, ഫ്യൂവലിൻ്റെ കോസ്റ്റ്. അതുപോലെ മെഷീനുകൾക്ക് നൽകുന്ന വാടക, ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ പരിവാഹന ചെലവ്. ഇതിലേതാണ് സ്ഥിരമായ ഫിക്സഡ് കോസ്റ്റ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഏതാണ്? മെഷീനുകൾക്ക് കൊടുക്കുന്ന വാടകയാണ് സ്ഥിരമായ ചിലവ്. ഓക്കെ. അപ്പം ആദ്യം നമുക്ക് സ്ഥിരമായ ചിലവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിക്സഡ് കോസ്റ്റ് ഉൽപ്പാദന അളവിൽ മാറ്റം വന്നാലും മാറ്റപ്പെടാത്ത ചിലവിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവ് 100 രൂപയാണെന്ന് കരുതുക. ഓക്കെ. ഇപ്പം 2 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവ് തീർച്ചയായിട്ടും എത്ര ആവും? 200 രൂപയായിട്ട് മാറും അല്ലേ. അപ്പം എന്താണ് അത്? ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചിലവ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളതല്ലേ കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ചാലും 2 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാലും 3 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാലും ശരി, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇൻപുട്ടുകളുടെ ചിലവ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ഈ എത്ര പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചാലും ശരി, ആ എന്തിൻ്റെ ചെലവിനകത്താണ് യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നത്, അത്തരം ചിലവുകൾക്ക് പറയുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ 100 ഉൽപ്പാദനം, ഇപ്പം 100 പ്രൊഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ഇൻപുട്ടുകൾ വേണ്ടി വരും? ഓക്കെ. അപ്പോൾ 5 ഇൻപുട്ടെന്ന് കരുതുക. അപ്പം 200 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴോ 10 ഇൻപുട്ടുകളാവും. അപ്പം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇൻപുട്ടുകളുടെ അളവിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ബട്ട് ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും ഒരേ ചിലവ്, മാറ്റമില്ലാതെ തുടരുന്ന ചിലവുകൾക്ക് പറയുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ നോക്ക്, ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷേ മെഷീനുകൾക്ക് കൊടുക്കുന്ന വാടകയ്ക്കകത്ത് മാത്രം ഒരു മാറ്റമില്ല. മെഷീനുകൾക്ക് കൊടുക്കുന്ന വാടക മാത്രമല്ല, ഓഫീസ് റെൻറ്റ് ഫിക്സഡ് കോസ്റ്റാണ്. അതൊരിക്കലും മാറത്തില്ല അല്ലേ. നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിനെടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. നമ്മൾ എത്ര വർക്ക് ചെയ്താലും ശരി, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ശരി, ഓഫീസിൻ്റെ റെൻറ്റ് സെയിം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന നമ്മളൊരു ലാൻഡ് ലീസിനെടുത്ത് കഴിഞ്ഞാൽ ആ ലീസിന് കൊടുക്കുന്ന ലീസിനെടുത്തേക്ക് നമ്മളൊരു തുക ഉണ്ടാവുമല്ലോ, അതിനകത്ത് മാറ്റം വരത്തില്ല. നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും അതിനകത്ത് യാതൊരു മാറ്റവും വരില്ല. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന അളവിൽ മാറ്റം വന്നാൽ മാറ്റപ്പെടാത്ത ചിലവാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉൽപ്പാദനത്തിന് മാത്രമായ ചിലവ്, ഉൽപ്പാദന അളവിനെ ആശ്രയിച്ച് മാറുന്ന ചിലവ്, ഉൽപ്പാദനമുണ്ടായാലും ഇല്ലാതിരുന്നാലും സ്ഥിരമായി ഉണ്ടാകുന്ന ചിലവ്, ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായ ചിലവ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാറ്റമില്ലാത്ത, ഫിക്സഡ്, സ്ഥിരമാണ് അല്ലേ. മാറ്റമില്ലാത്ത ചിലവ്, അതാണ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ നോക്ക്, ഉൽപ്പാദനം ഉണ്ടായാലും ഇല്ലായാലും ശരി സ്ഥിരമായിട്ടുണ്ടാകുന്ന ചിലവാണെന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു, ആ കമ്പനി എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാലും ശരി കമ്പനിയുടെ റെൻറ്റ് കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വാടക കൊടുക്കണം. സോ അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫിക്സഡ് കോസ്റ്റ് ഉൽപ്പാദനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യാതൊരു ഫാക്ടറും അല്ല, അവിടെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തേ പറ്റൂ. അതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണം? ഒരു എക്സാമ്പിൾ പറയാമോ? നോക്കാം. ചോദ്യം നോക്കി, സിമ്പിൾ അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ്
വിശദമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾ കണ്ടുപിടിക്കാമല്ലോ. നോക്കിയാട്ടെ. ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന കച്ചവട വസ്തുക്കൾ, നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം, ഓഫീസ് വാടക, യൂണിറ്റിന് വേണ്ടി വരുന്ന പാക്കിംഗ് ചിലവ്. നോക്കും ഏതാണ്? സിമ്പിൾ അല്ലേ? ഓഫീസ് റെൻ്റാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഓഫീസിൻ്റെ റെൻറ്റ് കൊടുക്കണം. സോ ഓഫീസ് റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിളാണ്. ഒന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, മാർജിനൽ കോസ്റ്റ് എന്നാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ എക്സ്പെൻസ്, മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ഇതെല്ലാം ചോദിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. എന്താണ് മാർജിനൽ ചെലവ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ, ഉൽപാദനം ഇല്ലാതിരുന്നാൽ വരുന്ന മൊത്തം ചെലവ്, ഓരോ യൂണിറ്റിൻ്റെ ശരാശരി ചെലവ്, ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന അധിക ചെലവ്, സ്ഥിരം ചെലവിൻ്റെ 10% മാത്രമുള്ളത്. നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും അല്ലേ? ഉൽപാദനം ഇല്ലാതിരുന്നാൽ വരുന്ന മൊത്തം ചെലവ്, ഉൽപാദനം ഇല്ലെങ്കിൽ എന്താണ് ചിലവ് വരുന്നത്? ഫിക്സഡ് കോസ്റ്റിനകത്ത് മാത്രമായിരിക്കും മാറ്റം വരുന്നത് അല്ലേ? ഉൽപാദനം ഇല്ലാതിരുന്നാൽ എന്താണ് ചേഞ്ച് ആവാത്തത്? ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ഓഫീസ് റെൻ്റ് എന്ന് പറയുന്നത് ഉൽപാദനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അപ്പം മാർജിനൽ കോസ്റ്റ് അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കതിലേക്ക് അങ്ങനെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴിവാക്കാം. ഓരോ യൂണിറ്റിൻ്റെ ശരാശരി ചെലവ്, ശരാശരി ചെലവിന് നമ്മൾ പറയുന്ന പേരാണ് ആവറേജ് കോസ്റ്റ് അല്ലേ? ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ മാർജിനൽ കോസ്റ്റ് അല്ല. അപ്പം നമുക്ക് രണ്ടാമത്തതും കട്ട് ചെയ്യാം, ആദ്യത്തേതും കട്ട് ചെയ്യാം, രണ്ടാമത്തേതും കട്ട് ചെയ്യാം. 10% മാത്രമുള്ളതെന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. അപ്പോൾ അത് 3 കട്ട് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, പെട്ടെന്ന് ഓർത്ത് വെച്ചോളൂ. മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർത്ത് വെക്കുക. ഇനി മാർജിനലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഗതി ചോദിച്ചാലും മനസ്സിലൊന്ന് ഓർത്ത് വെച്ചോളൂ. മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അധിക ചെലവ് എന്നൊന്ന് മനസ്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. മാർജിനൽ എന്ന് പറഞ്ഞാൽ അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സിമ്പിളാണ്. അത് മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ ശരി, മാർജിനൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ശരി, എന്താണെങ്കിലും ശരി, തെറ്റിപ്പോത്തില്ല. സോ ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന അധിക ചെലവിന് പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. ക്ലിയർ? ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഒരു യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വർധനവ്. ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വർധനവാണ് മാർജിനൽ കോസ്റ്റ്. ഇപ്പം 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് 100 രൂപ ആണെന്ന് കരുതുക. അതേസമയം 101 പ്രൊഡക്റ്റ്, അതായത് ഒരെണ്ണം കൂടെ അധികം ഉൽപ്പാദിപ്പിച്ചപ്പോൾ നമുക്ക് ഈ 100 എന്നുള്ളത് 105 രൂപയായെന്ന് കരുതുക. അപ്പം ആദ്യം 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ നമുക്ക് 100 രൂപ ചിലവായി. അതിനൊപ്പം ഒരെണ്ണം കൂടെ അധികം ഉൽപ്പാദിപ്പിച്ചു, 101ാമത്തെ കൂടെ ഉൽപ്പാദിപ്പിച്ചു. അത് ഒരെണ്ണം കൂടെ അധികം വന്നപ്പോഴത്തേക്ക് ആ 100 എന്നുള്ള ചിലവ് 105 മാറി. അവിടെ ആ എക്സ്ട്രാ വന്ന 5 ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ. നമുക്കടുത്ത് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഇതൊക്കെ ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്ന ചില ചോദ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഒട്ടുമിക്ക പരീക്ഷയിലും ഇങ്ങനെ പല, അതായത് HSS സോഷ്യൽ സയൻസ് മാത്രമല്ല, നമ്മൾ ഒട്ടുമിക്ക PSC പരീക്ഷകളാണെങ്കിലും ശരി, SSC എക്സാം ആണെങ്കിലും ശരി, ഒട്ടുമിക്ക സെൻട്രൽ ലെവൽ പരീക്ഷകൾ, RRB ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിന് മുമ്പ് പറഞ്ഞത് പ്യൂർലി എക്കണോമിക്സാണ്. അത് ഒരു ടീച്ചിങ് ജോബിന് ഓപ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. റാങ്ക് മേക്കിംഗ് കൂടിയാണ്. ഇനി പറയാൻ പോകുന്ന റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ക്ലിയർ? നോക്കാം. സാമ്പത്തിക ആസൂത്രണം എന്നത് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, സാമ്പത്തിക ആസൂത്രണം ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ? എക്കണോമിക് പ്ലാനിങ് എന്ന് പറയും. ഓക്കെ, പ്ലാനിങ് എന്ന് പറഞ്ഞാലാണ് ആസൂത്രണം അല്ലേ? എന്താണ് പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു അല്ലേ? ആ പ്രവൃത്തിയെ നമ്മൾ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു. ഇതാണല്ലോ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതാണ്. അപ്പം നമ്മൾ ട്രിപ്പിന് മുമ്പ് എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ പ്ലാൻ ഉണ്ടാക്കും അല്ലേ? ആദ്യം എവിടെയൊക്കെ പോകണം എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കും, അതൊക്കെ ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ട്രാവൽ, എത്ര മണിക്കൂർ നമ്മൾ സ്റ്റേ, ഇതെല്ലാം നമ്മൾ തിരിക്കും. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും, ഇന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു.
വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടും. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ഇവിടെ കുറച്ചും കൂടി ഒരു വലിയ ഒരു സ്കേപ്പിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് സാമ്പത്തിക ആസൂത്രണം നമുക്ക് നോക്കാം. ഒന്നാമത്തെ, വിദേശ വ്യാപാരം നിയന്ത്രിക്കുക, നികുതികൾ കുറയ്ക്കുക, സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യാനുസൃതമായ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുക, ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. എന്തായാലും ഉദ്യോഗാർത്ഥികളല്ല എന്ന് നമുക്കറിയാം എക്കണോമിക് പ്ലാനിങ്. ഓക്കെ, വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചാലും കൺഫ്യൂഷൻ വരാം. എന്നാൽ നമ്മൾ ഓർത്ത് വെച്ചോളാം, എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എക്കണോമി, നമ്മളുടെ സമ്പദ് വ്യവസ്ഥ, ഓക്കെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമി എന്ന് പറയുന്നതാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്കണോമി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, കൂടാതെ സർവീസ് സെക്ടറുകൾ, ഇങ്ങനെ കുറേ സെക്ടേഴ്സ് ഇങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മളുടെ എക്കണോമി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്ടറിനൊരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത സെക്ടറുകളെ ബാധിക്കാറുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് അഗ്രികൾച്ചറിനകത്തൊരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ അത് ബാധിക്കാറുണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ ബാധിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സർവീസ് സെക്ടറിലേക്കും വരും. അത് നേരെ നമ്മളെപ്പോലുള്ള കോമൺ പീപ്പിളിനെയും ബാധിക്കാറുണ്ട്. സോ എക്കണോമി എന്ന് പറയുന്ന ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ചേർന്ന ഒരു വലിയൊരു ആക്ടിവിറ്റിയുടെ ഗ്രൂപ്പാണ് എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പം നമ്മളുടെ എക്കണോമിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എക്കണോമി എന്തായിരിക്കണം? എപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം എക്കണോമിക്ക്. ഈ പറയുന്ന അഗ്രികൾച്ചർ ആണെങ്കിലും ശരി, മാനുഫാക്ചറിങ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ എക്കണോമിയുടെ ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്ലാനിന് പറയുന്ന പേരാണ് എക്കണോമിക് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് വിദേശ വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല, നികുതി കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക, നേരെ അതിനകത്ത് യാതൊരു ബന്ധമില്ല കേട്ടോ. അപ്പം ഇത്തരമല്ല, സമ്പദ് വ്യവസ്ഥയുടെ, നമ്മളുടെ എക്കണോമി ലക്ഷ്യാനുസൃതമായ രീതിയിൽ വളരുക, നമ്മളുടെ സമ്പദ് വ്യവസ്ഥ വളർന്ന് മുന്നിലേക്ക് പോവുക എന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ, ശരിക്കും ഈ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നതിൻ്റെ ചരിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് നമ്മൾ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്താണ് ബ്രിട്ടീഷേഴ്സ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളുടെ ഇന്ത്യയുടെ സ്വത്ത്, ഇന്ത്യയുടെ റവന്യൂ ഇവിടുന്ന് ലൂട്ട് ചെയ്ത് ബ്രിട്ടനിലേക്ക് എത്തിക്കുക. നമ്മുടെ ഇവിടെ നിന്നുള്ള കൃഷി ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട്, ഇപ്പം നാണ്യവിള ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കാർഷിക വിള ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടുന്ന് കൃഷി ചെയ്തുണ്ടാക്കുക, അത് നേരെ ബ്രിട്ടനിലേക്ക് എത്തിക്കുക, UK എത്തിക്കുക. അവരുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആവശ്യമായ രീതിയിൽ ആ റോ മെറ്റീരിയൽസിനെ ഉപയോഗിക്കുക. എന്നിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്? ഇന്ത്യയുടെ എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദാദാഭായ് നവറോജി എന്ന് പറയുന്നൊരു എക്കണോമിസ്റ്റും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അദ്ദേഹം നോക്കിയപ്പോൾ നമ്മളുടെ വെൽത്ത് എന്താണ്? ഡ്രെയിൻ ചെയ്ത് പോകുന്നു, ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോകുന്നു. അങ്ങനെ അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി. അതാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന് പറയും. ആ സിദ്ധാന്തം ഫോം ചെയ്യുന്നു. അവിടെ തൊട്ട് ചിന്തിച്ചു തുടങ്ങുകയാണ്, നമ്മളുടെ സമ്പത്ത് പോയിക്കൊണ്ടിരിക്കുന്നു, അപ്പം നമ്മളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നമുക്കൊരു പ്ലാൻ വേണം. അങ്ങനെയാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മളുടെ രാജ്യത്ത് ഒരു ചിന്ത ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അറിവിലേക്കായിട്ട് പറഞ്ഞാണ്. നമുക്കടുത്ത ചോദ്യം നോക്കാം. സാമ്പത്തിക ആസൂത്രണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നോക്കാം. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എത്ര നികുതി ഈടാക്കണം, വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണം. ഇവിടെ എന്താണ് സാമ്പത്തിക ആസൂത്രണത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര നികുതി ഈടാക്കണം എന്നുള്ളതാണ് നമ്മളുടെ എക്കണോമിക് പ്ലാനിനകത്ത് വരുന്നില്ല. ഓക്കെ, ബാക്കി എല്ലാം എക്കണോമിക് പ്ലാനിനകത്തുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ എന്തുൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമുക്ക് കാർഷിക വിളകളാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണോ വേണ്ടത്, ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ എന്തുൽപ്പാദിപ്പിക്കണം, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, ഈ ഉൽപ്പാദന ശേഷം ഈ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റണം, എങ്ങനെ വിതരണം ചെയ്യാൻ കഴിയണം, ഇതാണ് മൂന്നാമത്തത്.
സോ സാമ്പത്തിക ആസൂത്രണത്തിൽ വരാത്തത് ഏതാണ്? എത്ര നികുതി ഈടാക്കണം എന്നുള്ളതാണ്. എത്ര നികുതി, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന എവിടെയാണ്? ധനകാര്യ നയത്തിലാണ്. ഫിസ്ക്കൽ പോളിസിയാണ് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നികുതികളെക്കുറിച്ച് സംസാരിക്കുന്നത്. ടാക്സേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ടാക്സേഷൻ പോളിസീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ ഫിസ്ക്കൽ പോളിസിയിലാണ്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ കോൺഗ്രസ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ 1931 ആസൂത്രണത്തെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്തത് എവിടെയാണ്? ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ദാദാഭായ് നവറോജിയൊക്കെ പുസ്തകങ്ങൾ എഴുതിയതിന് ശേഷം പുസ്തകത്തിലൂടെ അദ്ദേഹം ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞൊരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം രൂപപ്പെടുത്തി. അതായത് ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം അന്നത്തെ അറിയാമല്ലോ, ഇന്ത്യയിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1931 ആദ്യമായിട്ട് ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമ്മേളനം എവിടെയാണ് നടന്നതെന്നാണ് ചോദ്യം. അത് കറാച്ചിയിലാണ്. 1931 കറാച്ചിയിലെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഒരു പ്ലാനിങ്ങിനെ കുറിച്ച്, എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് ചർച്ച വരുന്നത്. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ മൗലികാവകാശങ്ങളോടൊപ്പം സമ്പദ് വ്യവസ്ഥയുടെ നയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. അന്ന് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അത് ഓർത്തോളൂ, സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അന്നത്തെ അധ്യക്ഷൻ. അപ്പോൾ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർത്തോളുക. ക്ലിയർ? അപ്പം 1931 കറാച്ചി സമ്മേളനം. അടുത്ത ചോദ്യം നോക്കാം. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നോക്കാം. ആരാണ്? മുമ്പ് പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരുന്നു എന്നാണ് അധ്യക്ഷനാണ്. അദ്ദേഹമായിരുന്നു 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ക്ലിയർ? നെക്സ്റ്റ് ചോദ്യം. പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റിപ്പീറ്റഡ് ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് പല തവണ പല രീതിയിൽ ചോദിച്ച ചോദ്യമാണ്. പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ എം വിശ്വേശ്വരയ്യാണ്. നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹമായിരുന്നു മൈസൂറിൻ്റെ എക്സ് ദിവാനായിരുന്ന വ്യക്തിയായിരുന്നു. ആര്? ഈ പറയുന്ന വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, 1934 വിശ്വേശ്വരയ്യ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്ലാൻഡ്, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഈ പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. എക്സ് ദിവാനായിരുന്നു. പിന്നെന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്, അത് കർണാടകയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ആദ്യത്തെ വിശദമായ രേഖ രൂപപ്പെടുത്തിയത് ആരാണ്? ഓക്കെ, നമ്മുടെ പ്ലാൻഡ് എക്കണോമിയുടെ കുറിച്ച്. അപ്പം നമ്മൾ എക്കണോമിയെക്കുറിച്ച് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. ഈ പ്ലാൻഡ് എക്കണോമി, ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ആദ്യത്തെ വിശദമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആരാണ്? വിശ്വേശ്വരയ്യ. നമ്മൾ പറഞ്ഞല്ലോ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. 1934 എം വിശ്വേശ്വരയ്യ തയ്യാറാക്കിയ പദ്ധതി, അതാണ് ആദ്യത്തെ പ്ലാൻ. അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ 1931 നമ്മൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു, നമ്മുടെ എക്കണോമി ഏകദേശമൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊരു പ്ലാൻ വേണമെന്ന് ആര് പറയുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിനുശേഷം പിന്നീട് വന്ന ഒരുപാട് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓരോ പ്ലാനുകൾ തയ്യാറാക്കി. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ ഇന്ത്യ ബെറ്റർ ആവും, ഇങ്ങനെ പ്ലാൻ ചെയ്താൽ ഇന്ത്യ ബെറ്റർ ആവും. അങ്ങനെ പലതരത്തിലുള്ള പ്ലാനുകൾ വന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്ന ആളാണ് വിശ്വേശ്വരയ്യ. ആ പ്ലാനിൻ്റെ പേരാണ് വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന് പറയും. ഓക്കെ, വിശ്വേശ്വരയ്യ പദ്ധതി. ഓക്കെ, ഇനിയും വേറെ പ്ലാനുകൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അതാണ് വിശ്വേശ്വരയ്യ പ്ലാൻ. ഓക്കെ, ആദ്യത്തേത്. അടുത്ത ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതും വിശ്വേശ്വരയ്യാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്
ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മറ്റൊരു പ്ലാനാണ് ബോംബെ പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ വിശ്വേശ്വരയ്യ പ്ലാൻ, അടുത്താണ് ബോംബെ പ്ലാൻ. ഓക്കെ, ബോംബെ പ്ലാൻ. ആരാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കിയത്? INC, ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല, ആദ്യം വിശ്വേശ്വരയ്യ ഒരു പ്ലാൻ തയ്യാറാക്കി. പിന്നീട് 1944-45 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 8 പ്രമുഖ വ്യവസായികൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരൊരു പ്ലാൻ തയ്യാറാക്കി. ആരാണ്? ഇന്ത്യയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്നിട്ടൊരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിൻ്റെ പേരാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. എന്നാണ് 1944-45. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ഉണ്ട്, ബിർള ഉണ്ട്, ജോൺ മത്തായി. ഓക്കെ അല്ലേ, മലയാളിയായിട്ടുള്ള ജോൺ മത്തായും ഈ ബോംബെ പ്ലാൻ തയ്യാറാക്കിയതിനകത്ത് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവർ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റാണ്. അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വികസനമാണ് അവർ ലക്ഷ്യം വെച്ചത്. അടുത്ത മറ്റൊരു പദ്ധതിയാണ് ഗാന്ധിയൻ പ്ലാൻ. ഓക്കെ, ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കുന്നത് 1944. ഓക്കെ, ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കുന്നത് ഗാന്ധിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അതായത് നാരായൺ ധരംപാൽ, JC കുമരപ്പ, ഇങ്ങനെ 3 പേരുണ്ട്. ഇത്രയും പേരെന്ന് പറയുന്നത് നാരായൺ അഗർവാൾ, ധരംപാൽ, JC കുമരപ്പ. ഈ 3 പേരെന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ ഗാന്ധിയന്മാരാണ്. അതായത് ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പ്രധാനപ്പെട്ട ഈ 3 പേരെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഗാന്ധിജിയുടെ ആശയങ്ങളുണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാമെന്ന് ഗാന്ധിജി കുറേ ആശയങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രാമസ്വരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വികസനം എപ്പോഴും ഗ്രാമങ്ങളിലായിരിക്കണം, ഗ്രാമങ്ങളിലേക്ക് നമ്മൾ നോക്കണം എന്നൊക്കെ ഗാന്ധിജി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിജിയുടെ ഈ ഐഡിയോളജി എല്ലാം കൂടെ എടുത്തിട്ട് അതായത് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാന്ധിജിയുടെ ഐഡിയോളജി, ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസിനെ എല്ലാം കൂടെ എടുത്തിട്ട് അവർ തയ്യാറാക്കി. 3 പേര് തയ്യാറാക്കിയ പദ്ധതിയുടെ പേരാണ് ഗാന്ധിയൻ പദ്ധതി. 1944 ശ്രീ നാരായൺ അഗർവാൾ 1944 ഗാന്ധിയൻ വികസന ആശയം അടിസ്ഥാനമാക്കി ഗാന്ധിയൻ പദ്ധതി ആരംഭിച്ചു. ഓക്കെ, ഇവർ 3 പേരും നാരായൺ അഗർവാൾ, ധരംപാൽ, JC കുമരപ്പ, ഈ ഇത്രയും പേര് ചേർന്നിട്ടാണ് ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിക്കുന്നത്. ക്ലിയർ. അടുത്ത മറ്റൊരു പദ്ധതിയാണ് സർവോദയ പദ്ധതി. ഇത് ആരാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ജയപ്രകാശ് നാരായണാണ് സർവോദയ പദ്ധതി കൊണ്ടുവരുന്നത്. 1950 ജയപ്രകാശ് നാരായൺ സർവോദയ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഗാന്ധിജിയുടെയും വിനോബ ഭാവെയുടെയും ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചു. ഇവിടെയും അത് തന്നെയാണ്, ഗാന്ധിജിയുടെ ആശയങ്ങൾ എടുത്തു. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം, വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനം, ഇങ്ങനെ പല ആശയങ്ങളും മുൻനിർത്തിക്കൊണ്ട് സർവോദയ പദ്ധതി രൂപീകരിക്കുന്നത് ജയപ്രകാശ് നാരായണാണ്. അപ്പോൾ നമ്മൾ വിശ്വേശ്വരയ്യ പ്ലാനെ കുറിച്ച് പറഞ്ഞു, ബോംബെ പ്ലാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സർവോദയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, ഗാന്ധിയൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇത്രയും പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പദ്ധതി, അതിൻ്റെ ഡേറ്റ്, ആരൊക്കെയാണ് ഫോം ചെയ്തത്, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനകത്തുനിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്താണ് ദേശീയ വികസന കൗൺസിൽ, നാഷണൽ, തെറ്റിപ്പോരുത്, ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഓക്കെ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC എന്ന് പറയും. NDC, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC എന്നാണ് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. 1952 NDC നിലവിൽ വരുന്നത്. ഓക്കെ, 1952 ഓഗസ്റ്റ് 6 NDC നിലവിൽ വരുന്നത്. എന്താണ് NDC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. നമുക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട് തുടക്കത്തിൽ. ഒന്ന് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ എന്ന് പറയാം, NPC എന്ന് പറയും. ഓക്കെ, ഈ NPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതായത് നമ്മൾ 1950 മാർച്ച് 15 NPC ഫോം ചെയ്യുന്നത്. 1950
1950 മാർച്ച് 15-നാണ് NPC ഫോം ചെയ്യുന്നത്, അതായത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഈ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യും. അന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ പ്രിപ്പയർ ചെയ്തത്. ആ പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്തിട്ട് നേരെ NDCക്ക് അയക്കും, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അവരെന്ത് ചെയ്യും? ഈ പ്ലാനുകൾ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം ഇത് നടത്താൻ പറ്റുമോ, ഫീസിബിൾ ആണോ എന്നുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഫൈനൽ അനുമതി കൊടുക്കുന്നു, അതായത് അപ്രൂവൽ കൊടുക്കുന്നു. ഓക്കെ, ഫൈനലി NDC അപ്രൂവൽ കൊടുക്കും. അപ്രൂവൽ കൊടുത്തതിന് ശേഷമാണ് അത് പിന്നീട് നമ്മുടെ ബജറ്റിൻ്റെ ഭാഗമാക്കുകയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പിന്നീട് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. NDC എന്നാണ് നിലവിൽ വന്നത്? 1952-ലാണ് നിലവിൽ വരുന്നത്. പിന്നെ NDCയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാനുകൾ, അതായത് പഞ്ചവത്സര പദ്ധതികൾക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് NDCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മളുടെ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത് 1951-ലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം, 1951 ഈ NDC ഇല്ല, NDC 52-ലാണ്. അപ്പം ചോദിക്കും, 1ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അനുമതി കൊടുത്തിട്ടില്ല. കാരണം അന്ന് 1ാം പഞ്ചവത്സര പദ്ധതി അനുവദിക്കുന്ന സമയത്ത്, കൊണ്ടുവരുന്ന സമയത്ത് NDC എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വന്നിട്ടില്ല. ക്ലിയർ? സെറ്റാണ്. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തോളുക. അപ്പോൾ ഇനി നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ്ങോട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ കോസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ക നമ്മൾ ടീച്ചിങ് സിലബസിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ജനറലി ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. നല്ല ഒരു ഈ HSS സോഷ്യൽ സയൻസിന് നല്ല രീതിയിൽ എക്കണോമിക്സിനകത്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ നന്നായിട്ട് എടുത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.